പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യം എന്നത് പഹൽഗാമിൽ തീവ്രവാദ ആക്രമണത്തിന് കൂട്ടുനിന്ന 2 പ്രാദേശിക തീവ്രവാദികളുടെ വസതികൾ അഗ്നിക്കിരയാക്കിയ തല്ലിത്തകർത്ത ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നടപടി ശക്തമാക്കുകയാണ് ഇന്ത്യ. മെഡിക്കൽ വിസ ഉൾപ്പെടെ എല്ലാ പാക് വിസകളും റദ്ദാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട. മീഡിയ വഴി വിഷയത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്ന വാർത്തകൾ മുഴുവൻ രാജ്യദ്രോഹപരമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. മതം ചോദിച്ചിട്ടാണ് കൊല നടത്തിയത് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. മീഡിയ വൺ അതിനെ നിഷേധിക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല, ആ ഭീകരാക്രമണം നടത്തിയത് കശ്മീരികൾ പോലുമല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നു. മനുഷ്യനാവണം എന്നിട്ടുണ്ടാക്കുക നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. ബോധപൂർവമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇത്തരം ദുഷ്പ്രചരണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. അല്പം പോലും രാജ്യസ്നേഹമില്ലാത്തത് കൊണ്ട്, അല്പം പോലും രാജ്യത്തെ ബഹുമാനിക്കാത്തത് കൊണ്ടാണ് ഈ വൃത്തികെട്ട കഥ പറയാൻ ഇവർക്ക് സാധിക്കുന്നത്. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ നായിന്റെ പട്ടി മോനെ.